നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഇനി ആസുരീ സമ്പത്തിന്റെ അടുത്ത സ്വഭാവം എന്താണ്? അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം. കൃഷ്ണൻ അർജുനോട് പറയുന്ന വാക്യാണല്ലോ ഇത്. ഗീതയിലെ 16-ാം അധ്യായം അതിലെ ആ ആസുരീ സമ്പത്തിനെ വിവരിക്കുന്ന സന്ദർഭമാണല്ലോ ഇത്. അല്ലയോ അർജുന, ആസുരീ സമ്പത്തിൽ ഇനി അടുത്തുള്ളതായ അതിന്റെ സ്വഭാവം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. എന്താ ഈ അജ്ഞാനം? അതിനെ 2 തലങ്ങളിൽ വച്ച് നമുക്ക് പഠിക്കാം. പരമമായ ജ്ഞാനത്തിന്റെ അഭാവം, അതാണ് ജ്ഞാനം. എന്താ പരമമായ ജ്ഞാനം? ബ്രഹ്മജ്ഞാനം. അതാണ് പരമമായ ജ്ഞാനം. ഉപനിഷത്തുകളെല്ലാം അതാണ് നമ്മോട് പറയുന്നത്. 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ 10 വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ 10 ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദശോപനിഷത്ത് എന്ന് അതിനെ ഒരുമിച്ച് പറയും. ആചാര്യസ്വാമികൾ രചിച്ച ഭാഷ്യമാണ് ആ ഉപനിഷത്തുകളുടെ മാഹാത്മ്യത്തെ നമുക്ക് വെളിവാക്കി തരുന്നത്. ആ 10 ഉപനിഷത്തുകളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരേ ഒരു തത്വത്തെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന പരമാത്മാവിനെ മാത്രമാണ് 10 രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിൽ അവതരിപ്പിച്ചാൽ അത് കുറെ ആളുകൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ആളുകളുടെ മനസ്സിന്റെ ഘടന പല പ്രകാരത്തിലാണ്. ചിലർക്ക് ചില പ്രകാരത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലർക്ക് ചില പ്രകാരത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണം. അതുകൊണ്ട് ഓരോ ഉപനിഷത്തും ഓരോരോ പ്രകാരത്തിലാണ് ആ ഒരേ ഒരു സത്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഋഗ്വേദത്തിലൊരു മന്ത്രത്തിൽ തന്നെ നമ്മളത് കേൾക്കും. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യം ഒന്നേ ഉള്ളൂ. അതിനെ അറിഞ്ഞ ആളുകൾ പല പ്രകാരത്തിൽ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഈ ഉപനിഷത്തുകൾ 10 രീതിയിൽ പറയുന്നു. ആ 10 ഉപനിഷത്തുകളോടൊപ്പം ശ്വേതാശ്വതരം എന്നു പേരായ ഉപനിഷത്തിനെ കൂടി നമ്മൾ പരിഗണിക്കും. കാരണം ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിന്റെ ഭാഷ്യങ്ങളിൽ ശ്വേതാശ്വതരത്തെ ധാരാളമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഭാഷ്യം എഴുതിയില്ല, പക്ഷെ അതിനെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്വേതാശ്വതരത്തിനും കൂടുതൽ പ്രാമാണ്യമുണ്ട്. ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, തൈത്തിരീയം, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം. ഇതാണ് ദശ ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നതായ ജ്ഞാനം, അതാണ് പരമജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം. നാം എല്ലാം ബ്രഹ്മസ്വരൂപരാണ്. അതാണ് ശബരിമലയിൽ ആ 18 പടികൾക്ക് മുകളില് ഛാന്തോഗ്യ ഉപനിഷത്തിലെ മഹാവാക്യം എഴുതി വച്ചിരിക്കുന്നത്. തതോ ത്വമസി, നീ അന്വേഷിക്കുന്ന ആ പരമാത്മാവ് അത് നീ തന്നെയാകുന്നു. ആ പരമാത്മാവിനെ അവിടെ പന്തള രാജകുമാരനായിട്ട്, ധർമ്മശാസ്താവായിട്ട്, അയ്യപ്പനായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പരമതത്വം, അയ്യപ്പൻ അഥവാ പരബ്രഹ്മം, അത് നീ തന്നെയാകുന്നു. ഛാന്തോഗ്യ ഉപനിഷത്തിലെ മഹാവാക്യാണത്. ഇതാണ് വേദങ്ങളുടെ മുഴുവൻ സന്ദേശം. ഇത് നാം അനുഭവിച്ചറിയുമ്പോൾ സകല ദുഃഖങ്ങളും തീർന്നു. ഇതാണ് പരമജ്ഞാനം. ഇതിഹാസങ്ങളും പുരാണങ്ങളും
ഈ ഉപനിഷത്ത് തത്വത്തെ കഥകളിലൂടെ നമുക്ക് അഭിഗമ്യമാക്കി തീർക്കുന്നു. കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അതിൽ കൂടി ആകുമ്പോഴേക്കും ഇതെല്ലാം കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളായി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായി മുന്നിൽ വരും. ഇതിഹാസ പുരാണങ്ങളുടെ പ്രയോജനം അതാണ്. അത് വേദാർത്ഥത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സത്യം ഒന്നേ ഉള്ളൂ, അതിനെ അറിഞ്ഞ ആളുകൾ പല പേരുകളിൽ പറയുന്നു എന്നത് നമുക്കവിടെ വ്യക്തമായി തീരും. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന്. ആ അറിവ് അതാണ് ജ്ഞാനം, അതിൻ്റെ അഭാവം അജ്ഞാനം. അങ്ങനെ പരമമായ തലത്തില് നമുക്ക് ഈ അജ്ഞാന ശബ്ദത്തെ മനസ്സിലാക്കാം. ഇനിയോ ലൗകിക തലത്തിലും മനസ്സിലാക്കാം. ആ പരമമായ തലം അലൗകികമാണ്, ലോകത്തിനും അപ്പുറത്തുള്ളതാണ്. ലൗകിക തലത്തിലും മനസ്സിലാക്കാം. എന്താണ് ലൗകിക തലത്തിലുള്ള ജ്ഞാനം? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതിൽ മനുഷ്യനെ കുറിച്ചുള്ള ജ്ഞാനം, ഇതര ജീവരാശികളെ കുറിച്ചുള്ള ജ്ഞാനം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ജ്ഞാനം, സാത്വികനായി, സത്യസന്ധനായി, അഹിംസാവാദിയായി, ഇങ്ങനെ തനിക്കും ലോകത്തിനും എല്ലാം ഉപകാരിയായി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഇത്യാദി ജ്ഞാനം, ലൗകികമായ ജ്ഞാനം. ആ അർത്ഥത്തിലും നാം ഈ പദത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളതായ ലൗകികമായ ജ്ഞാനം ഇല്ലാതെ വന്നാൽ അതും അജ്ഞാനമാണ്. അങ്ങനെ പരമമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ അഭാവമെന്നും ലൗകികമായ ജ്ഞാനത്തിന്റെ അഭാവമെന്നും രണ്ടർത്ഥവും അതിനുണ്ട്. ഇത് രണ്ടും ഫലത്തിൽ ഒരർത്ഥം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും ആ പരമമായ ജ്ഞാനത്തെ ആഗ്രഹിച്ചു എന്ന് വരില്ല. ആഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആ പരമജ്ഞാനം തന്നെയാണ്. പക്ഷെ അതിന് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞെന്ന് വരാം, ചിലപ്പോൾ ജന്മങ്ങൾ കഴിഞ്ഞെന്ന് വരാം, അനേക ജന്മങ്ങൾ കഴിഞ്ഞെന്ന് വരാം. എന്നാലും അത് ആഗ്രഹിക്കും. കാരണം അത് തന്നെയാണ് നാം. തത്വമസി, അത് നീയാകുന്നു. നമുക്ക് നമ്മെ തന്നെ നിഷേധിക്കാനാവില്ല. അങ്ങനെ ഈ അവസ്ഥയിൽ നമ്മൾ പരമജ്ഞാനത്തെ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഈ ജീവിതത്തിൽ സുഖം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സുഖമായി, സന്തോഷമായി, ഐശ്വര്യയുക്തമായി ഈ ഭൂമിയിൽ ജീവിക്കണം, ദീർഘായുസ്സായിട്ട് എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതിനു വേണ്ടുന്നതായ സാത്വിക ജ്ഞാനം അത് ധർമ്മശാസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നു. പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം മോക്ഷശാസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നു. മോക്ഷശാസ്ത്രം പഠിക്കണമെങ്കിൽ നാം ധർമ്മശാസ്ത്രം പരിപാലിച്ചിരിക്കണം. എങ്കിലേ മോക്ഷശാസ്ത്രം നമുക്ക് പഠിക്കണമെന്ന് തോന്നുന്നു, പഠിച്ചാൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലൗകികവും അലൗകികവുമായിട്ടുള്ള ജ്ഞാനത്തിന്റെ അഭാവം, അലൗകിക ജ്ഞാനം ഇല്ല എന്ന് മാത്രമല്ല, ലൗകിക ജ്ഞാനം പോലുമില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, നല്ലവനായിട്ട് സാത്വികനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ലൗകിക ജ്ഞാനം പോലുമില്ലാതെ തന്റെ സുഖത്തിന് വേണ്ടിയിട്ട്, തന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, തന്റെ കൊതികൾക്ക് വേണ്ടിയിട്ട് ഏത് അതിക്രമവും ചെയ്യാൻ തയ്യാറെടുത്ത് നടക്കുന്ന മാനസികാവസ്ഥ, അതാണ് ആസുരീ ബുദ്ധി. അജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. ലൗകിക ജ്ഞാനം പോലും ഇല്ല. മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കണം, സാത്വികനായി ജീവിക്കണം എന്ന് പോലുമില്ല. മറ്റെല്ലാവരും, എല്ലാ മനുഷ്യരും, മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ഒക്കെ എന്നെപ്പോലെ തന്നെയാണ്. അവർക്കും എനിക്ക് സുഖമായി ജീവിക്കാനുള്ള അവകാശം എന്തുണ്ടോ ഈ ഭൂമിയിൽ, അതേ അവകാശമുണ്ട്. അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന വിചാരം പോലും ഉണ്ടാവില്ല. എല്ലാവരെയും അടിച്ചമർത്തി, എല്ലാവരെയും കൊന്നൊടുക്കി, എല്ലാവരെയും കൊള്ള ചെയ്ത് തൻ്റെ സുഖം അതുമാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന മാനസികാവസ്ഥ, അതാണ് ആസുരീ ബുദ്ധിയുടെ വേറൊരു പ്രകൃതം. ദംഭവും ദർപ്പവും അതിമാനവും ക്രോധവും പാരുഷ്യവും ഒക്കെ ചേർന്നിട്ട് ഈ അജ്ഞാനത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കും. വർദ്ധിച്ചതായി ഈ അജ്ഞാനം ദംഭ ദർപ്പാദികളെ കൂടുതൽ കൂടുതൽ വളർത്തുകയും ചെയ്യും. അങ്ങനെ പരസ്പര പോഷകമായിട്ടാണ് ഇവയെല്ലാം തന്നെ നിൽക്കുന്നത്.
അത് നമുക്ക് നേരിട്ട് കാണാം. മഹാഭാരതത്തിലെ സഭാപർവത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ്. പാണ്ഡവന്മാര് അവിടെ ആ ഖാണ്ഡവപ്രസ്ഥത്തില് ഇന്ദ്രപ്രസ്ഥം എന്നുപേരായ അദ്ഭുത കാഴ്ചകളെല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ നഗരി നിർമ്മിച്ച് അവിടെ സുഖമായി വസിക്കുന്ന കാലം യുധിഷ്ഠിരന് ആഗ്രഹമുണ്ടായി രാജസൂയം നടത്തണം എന്ന്. അത് ഭഗവാൻ തന്നെ നടത്തിത്തരണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അതാണ് ഭഗവാനിൽ സമർപ്പിച്ചതുമായിട്ടുള്ള ജീവിതമാണ് യുധിഷ്ഠിരന്റേത്, പാണ്ഡവന്മാരുടേത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഭഗവാനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാൻ അത് സമ്മതിച്ചു. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. അദ്ദേഹം രാജസൂയയജ്ഞം അതിഗംഭീരമായി നടത്തി കൊടുത്തു. ഇതേപോലെ രാജസൂയൻ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യുധിഷ്ഠിരൻ എല്ലാ രാജാക്കന്മാരാലും ചക്രവർത്തിയായിട്ട് അംഗീകരിക്കപ്പെട്ടു. അന്ന് ആ രാജസൂയ യജ്ഞം നടക്കുമ്പോഴേക്കും അതിന്റെ സംഘാടകരുടെ കൂട്ടത്തില് കൗരവന്മാരെയും യുധിഷ്ഠിരൻ ക്ഷണിച്ചിട്ടുണ്ട്. തന്റെ അനുജന്മാരായ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർക്ക് അതേ തുല്യത ഈ കൗരവന്മാർക്കും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് നൽകുന്നു. ഭീമനെ പോലെ തന്നെ ദുര്യോധനൻ, അർജുനനെ പോലെ തന്നെ ദുശാസനൻ, തന്റെ അനുജന്മാർ തന്നെയാണ് അവരെല്ലാവരും. അതുകൊണ്ട് തന്റെ അനുജന്മാർ 4 പേര് എന്നതുപോലെ 100 പേരും തന്റെ അനുജന്മാർ, അവരെയും വിളിച്ചു വരുത്തി. അത് നടപ്പിലാക്കുന്ന കാര്യത്തില് പല 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 വിഭാഗങ്ങളായിട്ട് അവിടുത്തെ ചുമതലകളെ തിരിച്ച് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകി. അങ്ങനെ ദുര്യോധനും ദുശാസനും വികർണനും ഒക്കെ, ദുര്യോധനന്റെ 100 അനുജന്മാരും അവിടെ നിന്നിട്ട് ആ രാജസൂയ യജ്ഞത്തിന്റെ സംഘാടകരായി നിന്നിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവരുടെ മനസ്സ് വേറൊരു പ്രകാരത്തിലാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ വികർണന്റെ മനസ്സ് വിപരീതമായി പ്രതികരിച്ചിട്ടുണ്ടാവില്ല. വികർണൻ ഈ 100 പേരുടെ കൂട്ടത്തില് സത്യസന്ധമായിട്ട് ധാർമ്മികമായി ചിന്തിക്കുന്നയാളാണ്. മറ്റെല്ലാവരും വിപരീതമായി മനസ്സുകൊണ്ട് പ്രതികരിച്ചു. വെളിയിൽ കാണിച്ചില്ല, മുഖത്ത് പോലും കാണിച്ചില്ല. അവിടെ വരുന്ന ആ രാജാക്കന്മാരുടെ സംഖ്യ, അവിടെ വരുന്നതായ നാട്ടുകാരുടെ സംഖ്യ, ഈ ലോകത്തിലുള്ള എല്ലാ നാട്ടിൽ നിന്നും എല്ലാ തരത്തിലുള്ള മനുഷ്യരും, എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും അവിടെ വന്നു ചേരുന്നു. വളരെ സന്തോഷത്തോടുകൂടി അവർക്കെല്ലാം വേണ്ടുന്നതായ വ്യവസ്ഥകൾ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും യുധിഷ്ഠിരനെ ചക്രവർത്തിയായി അംഗീകരിക്കുന്നു, യുധിഷ്ഠിരനെ വന്ദിക്കുന്നു, യുധിഷ്ഠിരന് കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. പർവ്വതങ്ങൾ പോലെയാണ് രത്നങ്ങളും അതേപോലെ ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങളും, രത്നാഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇങ്ങനെ അസുലഭമായിരിക്കുന്ന ദിവ്യവസ്തുക്കളൊക്കെ അവിടെ വന്ന് കൂടി. അതെല്ലാം അവിടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന രാജാക്കന്മാരും പൗരന്മാരും എല്ലാവരും, സാധാരണ മനുഷ്യരും എല്ലാവരും അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇതെല്ലാം കണ്ട് ഈ കൗരവന്മാരെല്ലാം അന്തം വിട്ടുപോയി. ഇതെല്ലാം ഈശ്വരൻ അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ തങ്ങൾക്കും പങ്കുണ്ട്, തങ്ങൾക്കും അത് ആ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. യുധിഷ്ഠിരൻ തങ്ങളെ ഭീമാർജുനന്മാരെയും നകുല സഹദേവന്മാരെയും പോലെ വളരെയേറെ സ്നേഹത്തോടുകൂടി അംഗീകരിച്ചിരിക്കുന്നു. അതിനാൽ തങ്ങൾ അതിൽ സന്തോഷിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം മുഖത്ത് സന്തോഷത്തിന്റെ ഭാവവും ഉള്ളില് ഭയങ്കരമായ വിരോധവും. എന്താ കാരണം? അജ്ഞാനം. ലൗകികമായിരിക്കുന്ന സാത്വിക ജീവിതത്തിന്റെ, മനുഷ്യത്വപരമായ ജീവിതത്തിന്റെ അറിവ് പോലും അവരുടെ മനസ്സിലില്ല. പിന്നെയല്ലേ തത്വമസിയുടെ അറിവ് അവരുടെ ഹൃദയത്തിലുണ്ടാവുക. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി എന്ന് തുടർന്ന് നമുക്ക് ദുര്യോധനന്റെ ശകുനിയോടുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അജ്ഞാനം എത്ര കണ്ട് പർവ്വതാകാരത്തില് ദുര്യോധന ഹൃദയത്തിൽ വളർന്നിരിക്കുന്നു.
ആ ആസുരീ ബുദ്ധിയെ നമുക്ക് അവിടെ, അജ്ഞാനം എന്നുള്ള ആസുരീ ബുദ്ധിയെ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. വ്യാസഭഗവാൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നതായ ഭഗവത്ഗീതയുടെ ഈ ദൃശ്യാവിഷ്കാരം, ഭഗവത്ഗീതയുടെ ദൃശ്യാവിഷ്കാരമാണ് മഹാഭാരതം. അത് നമുക്ക് വ്യാസഭഗവാന്റെ തന്നെ അനുഗ്രഹത്താല്, നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താല് നമുക്ക് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് പഠിക്കാം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ, അതിനാൽ ധന്യമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.